സുഹൃത്തുക്കളെ നമസ്കാരം. ട്രയംഫ് അച്ചീവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്യാരറ്റ്, മുളക്, ചാമ്പയ്ക്ക, ഉള്ളി, ബീട്രൂട്ട് ഇവയെല്ലാം കൂടി ഉപ്പിലിട്ട് കഴിച്ചാലോ? എന്നാ പിന്നെ ഒട്ടും താമസിച്ചേക്കേണ്ട. നമുക്കിതാ ഈ കാണുന്ന പച്ചമുളകിനെയും ക്യാരറ്റിനെയും ചാമ്പയ്ക്കയും ബീട്രൂട്ടിനെയും എല്ലാം അങ്ങോട്ട് വൃത്തിയാക്കി എടുത്തേക്കാം. വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എല്ലാം കൂടി അങ്ങോട്ട് കുറച്ച് ഉപ്പും വിനാഗിരിയും ചൂട് വെള്ളവും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നല്ല കുപ്പികളിലാക്കി വയ്ക്കുന്നതിനായിട്ടാണ് നമ്മുടെ പരിപാടി. ആദ്യം എന്താ ഈ ക്യാരറ്റ് കുട്ടന്മാരെല്ലാം ഈ കാണുന്ന രീതിയിൽ ചെത്തി മിനുക്കി വൃത്തിയാക്കി എടുക്കണം. ക്യാരറ്റുകളെ മാത്രം പോരാ, അവിടെ ഇരിക്കുന്ന ബീട്രൂട്ട്, തൊട്ടപ്പുറത്തിരിക്കുന്ന സവാള, അതുപോലെ തന്നെ ഈ കാണുന്നില്ലേ പച്ചമുളക്, പിന്നെ കുറച്ച് ചാമ്പയ്ക്ക കുട്ടന്മാരെയും കിട്ടിയിട്ടുണ്ട്. ഇപ്പന്മാരെ എല്ലാം കൂടിയാണ് നമ്മളിതാ ഉപ്പ് വെള്ളത്തിലേക്ക് ഇടാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഇപ്പൊ ഒന്നും തോന്നുന്നില്ല എങ്കിലും എല്ലാം കൂടി ഉപ്പ് വെള്ളത്തിലേക്ക് വീണ് കഴിയുമ്പോഴത്തേക്കും നാക്കിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളമൂറും ചോറ് കഴിക്കാനൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സലാഡ് മോഡലിലാണ് നമ്മുടെ ഈ ഉപ്പിലിട്ടത് എന്ന് റെഡിയാക്കി എടുക്കുന്നത്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ശേഷം കാഴ്ചകൾ നമുക്ക് വീഡിയോയിൽ കണ്ടു തന്നെ മനസ്സിലാക്കാം. ഇഷ്ടമാകുന്നവർ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അത് മാത്രമല്ല കൂട്ടുകാർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല നമുക്ക് വീട്ടിൽ തന്നെ ഇത്തരത്തിൽ സാധനങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഹെൽത്തി ആയിട്ട് നമുക്ക് എന്താണ് ഇന്നത്തെ കാലത്ത് കിട്ടാനായിട്ടുള്ളത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിൽ നിർമ്മിക്കാൻ കഴിയുന്നത് എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കുക. അതാ ചെത്തിയെടുത്ത ക്യാരറ്റ്, ചാമ്പയ്ക്ക, അതുപോലെ തന്നെ ബീട്രൂട്ട് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവന്മാര് നീളത്തിലോ അതല്ലെങ്കിൽ ചെറുതായിട്ടോ എങ്ങനെയെങ്കിലും അറഞ്ചം പുറഞ്ഞോ അങ്ങോട്ട് വെട്ടി കീറി റെഡിയാക്കി എടുത്തതിന് ശേഷം ഈ കാണുന്നത് പോലെ കുപ്പിക്കകത്തേക്ക് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്യാപ്പ് ഇല്ലാതെ ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തേക്ക് കൃത്യമായിട്ട് നിറച്ചു വയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ഭംഗിയായിട്ട് തോടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത ക്യാരറ്റും മുളകും, അതുപോലെ തന്നെ മുളകിന്റെ തോടൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ക്യാരറ്റ്, ബീട്രൂട്ട് ഈ പറഞ്ഞ സംഭവങ്ങളുടെയൊക്കെ തോട് നന്നായിട്ട് കളഞ്ഞതിന് അടിപൊളിയാ. ബീട്രൂട്ടിന്റെ ചുവന്ന നിറം കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് ഇപ്പം തന്നെ എടുത്ത് കഴിക്കാനായിട്ട് തോന്നും. പക്ഷെ പച്ച ബീട്രൂട്ടിന്റെ ചുവ എനിക്ക് ഇഷ്ടമല്ലാത്തത് കാരണം ഞാൻ ബീട്രൂട്ട് എന്തായാലും കഴിച്ചു നോക്കിയിട്ടില്ല. എന്നാൽ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ എവന്റെ ലെവല് വേറെയാണ്. അത് തീർച്ചയായിട്ടും വെറും ഉപ്പ് മാത്രമല്ലല്ലോ നമ്മൾ ഇട്ടേക്കുന്നത്, ഇതിനകത്ത് കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനെ ഫില്ല് ചെയ്ത് നിർത്തുന്നതിനായിട്ട് തണുപ്പിച്ച ചൂടുവെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയ കുറച്ച് ചാമ്പയ്ക്കാണ് കേട്ടോ, അടിച്ചു മാറ്റിയതൊന്നുമല്ല, അവർ തന്നതാണ്. അപ്പോൾ ആ ചാമ്പയ്ക്ക നമ്മളിങ്ങനെ അതും കൂടി കീറി നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുപ്പിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി 2 ദിവസം കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണെന്ന് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. 2 ദിവസം വരെ ഒന്നും ഞാൻ വെയിറ്റ് ചെയ്യില്ല. നാളെ രാവിലെ തന്നെ ഞാൻ എന്തായാലും കുപ്പി പൊട്ടിച്ചതിനെല്ലാം അടിപൊളിയായിട്ട് എടുത്ത് അകത്താക്കും. എല്ലാമൊന്നുമില്ല, നമ്മളെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ. മുളകൊക്കെ ഇങ്ങനെ അരിഞ്ഞ് എടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അറഞ്ചോം പുറഞ്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അരിയുമ്പോഴത്തേക്കും പ്രത്യേകം ഇത് പുറത്ത് തെറിക്കാതെയും അതുപോലെ തന്നെ കയ്യിൽ എന്തെങ്കിലും ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കയ്യിൽ നല്ല നീറ്റിലായിരിക്കും. ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് മുളകൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും മുളക് ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷേ എരിയുള്ളത് കാരണം വെറുതെ കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരം വെച്ച് ഊതി ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുളക് കൂട്ടന്മാരെല്ലാം അരിഞ്ഞിട്ടതിന് ശേഷം നല്ല സവാള എടുത്തിട്ടുണ്ട്. ഞാൻ 2 സവാളയാണ് ഇവിടെ എടുത്തത്. പക്ഷേ ഫുള്ളായത് കാരണം ഒരു സവാളയിൽ ഒതുക്കേണ്ടി വന്നു. ഈ സവാളയും ഈ പറഞ്ഞ പോലെ വിനാഗിരിയിൽ നമ്മൾ ഈ വെള്ളമൊക്കെ ചേർത്ത് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വെട്ടിക്കൂട്ടിയ ക്യാരറ്റ്, ബീട്രൂട്ട്, സവാള, ഉള്ളി എല്ലാവരും എടുത്ത് കുപ്പിക്കകത്താക്കിയതിന് ശേഷം വിനാഗിരിയാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഡബിൾ ഹോസിന്റെ വിനാഗിരിയാണ് ഞാൻ വാങ്ങിച്ചത്. വിനാഗിരി ഒഴിച്ച് നന്നായിട്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് വെള്ളവും ചേർത്തിട്ടുണ്ട്. വെള്ളവും ചേർത്ത് കുലുക്കി ഇവനെല്ലാം മാറ്റി വെച്ച് നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമുക്കിന്ന് റെഡിയായി കിട്ടിയിരിക്കുന്നത് ഉപ്പിലിട്ട ക്യാരറ്റ്, ബീട്രൂട്ട്, മുളക്, ചാമ്പയ്ക്ക. ഓക്കെ, എല്ലാവരും ഇതൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. സൂപ്പർ ടേസ്റ്റ് ആണ്. ഉപ്പിലിട്ടത് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ നമുക്ക് പുതിയ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കുന്നതിനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കണ്ടെയ്നറുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഗ്ലാസ് ജാറുകളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.